ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മീഷോന്ന് വാങ്ങിയിട്ടുള്ള കുറച്ച് ഷർട്ടിന്റെ ഹോൾ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ചിലർക്കൊക്കെ ഷർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേവറേറ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ ഭയങ്കര ഷർട്ട് പേഴ്സൺ ഒന്നുമല്ല, പക്ഷെ സ്റ്റിൽ നമ്മൾക്ക് ഇടയ്ക്കൊക്കെ ഒരു ഷർട്ട് ഇടാനും അല്ലെങ്കിൽ പലതരത്തിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഔട്ട്ഫിറ്റ് കൂടിയാണല്ലോ ഷർട്ട് എന്നൊക്കെ പറഞ്ഞാൽ. നമ്മൾക്ക് ഇപ്പം ഞാൻ വെയർ ചെയ്ത പോലെ നമ്മൾക്ക് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇടാം, ഇല്ലെങ്കിൽ നോർമൽ ടോപ്പ് പോലെ ഇടാം. അങ്ങനെ പലതരത്തിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ഞാൻ മീഷോന്ന് കുറച്ച് ഷർട്ട്സ് വാങ്ങിയിട്ടുണ്ട്. എല്ലാം അണ്ടർ ഒരു 300 ആണ് കേട്ടോ. 300ന് മേലെ ഒന്നും പോയിട്ടില്ല എന്നാണ് തോന്നുന്നത്. എല്ലാം ഒരു എന്താ പറയാ, എല്ലാം നല്ല ക്വാളിറ്റി വൈസും അല്ലെങ്കിൽ നല്ല മെറ്റീരിയൽ ആയിട്ടും തോന്നിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു പൈസക്കുള്ള മെറ്റീരിയൽ ആയിട്ടും അതിനുള്ള ക്വാളിറ്റി ആയിട്ടും തോന്നിയിട്ടുണ്ട്. പിന്നെ വാങ്ങിയിട്ടുള്ള എല്ലാം കുറച്ച് മസ്റ്റാവ് ആയിട്ടുള്ള കളേഴ്സ് ആണ് കേട്ടോ. വൈറ്റ്, ബ്ലാക്ക്, ബ്രൗൺ, അല്ലെങ്കിൽ ഒരു ഗ്രീൻ, പിന്നെ ചെക്സ്, അതുപോലെ ഇതുപോലെയുള്ള പ്രിന്റ്സ്, ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കാണാം. അതിനുമുമ്പ് നമ്മളെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ചാനൽ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പം മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇതൊക്കെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ള ഷർട്ട്. ഞാൻ വെയർ ചെയ്തതും സെയിം ആണ് കേട്ടോ. മീഷോന്ന് വാങ്ങിയിട്ടില്ലാണ്. ഇതൊക്കെയാണ് ബാക്കിയുള്ള ഷർട്ട്സ്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കാണാം. നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും എല്ലാ ഒരു കൈൻഡ് ഓഫ് ഒരു ഷർട്ട് ഉണ്ട് കേട്ടോ. വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, പിന്നെ ഒരു ഗ്രീൻ ഉണ്ട്, ബ്രൗൺ ഉണ്ട്, പിന്നെ സ്ട്രൈപ്സ് വരുന്നതുണ്ട്, ചെക്സ് വരുന്നത്, ഇതുപോലത്തെ പ്രിന്റ്സ് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാം കൂടെ നമ്മുടെ വാർഡ്രോബിൽ വേണ്ട മസ്റ്റാവ് ആയിട്ടുള്ള എല്ലാ ഷർട്ട്സും ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാം എടുത്തിട്ട് എന്താ പറയാ, ലിങ്ക്സ് ഒക്കെ എടുത്തിട്ട് വെച്ചോളൂ. അപ്പം പൈസ ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഓരോന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഭയങ്കര ബ്രാൻഡ് കോൺഷ്യസ് അല്ലാതെ, ബ്രാൻഡ് വാങ്ങുമ്പോൾ അതിൻ്റെതായ ഉറപ്പായിട്ടും അതിൻ്റെതായ നല്ല കാര്യങ്ങൾ ഉണ്ട് കേട്ടോ. ഫിറ്റിംഗ് വൈസ് ആയാലും മെറ്റീരിയൽ വൈസ് ആയാലും ഇനിയിപ്പം കംഫർട്ട് ആയാലും അല്ലെങ്കിൽ എന്താ പറയുക, കാണാനുള്ള ആ ലുക്കിൽ തന്നെ നമുക്ക് മാറ്റം ഉണ്ടാവും. പക്ഷെ അല്ലാതെ ഇതുപോലെ അഫോർഡബിൾ ആയിട്ട് കോളേജ് ഗേൾസും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വൺ ടൈം ഒക്കെ യൂസ് ചെയ്യുന്നവർ, വലിയ റേറ്റിന്റെ വാങ്ങാത്തവരൊക്കെ ഉണ്ടാവില്ല, അങ്ങനെയുള്ളവർക്കൊക്കെ ഇതൊക്കെ പെർഫെക്റ്റ് ആണ് കേട്ടോ. ഞാൻ ഇന്ന് കാണിക്കുന്ന എല്ലാ ഷർട്ട്സും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വൈറ്റ് ഒരു ഷർട്ടാണ് കേട്ടോ. ഒരു മസ്റ്റാവ് ആയിട്ടുള്ള ഒരു വൈറ്റ് ഷർട്ടാണ്. ഇതിന് വന്നിട്ട് 188 രൂപയാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ മെറ്റീരിയൽ ഷിഫോൺ ആണ് കേട്ടോ. ഞാൻ എല്ലാം ചൂസ് ചെയ്തിട്ടുള്ളത് എസ് സൈസ് ആണ്. എസ് തൊട്ട് ഇത് XL വരെ അവൈലബിൾ ആണ്, എക്സ്ട്രാ ലാർജ് വരെ അവൈലബിൾ ആണ്. പിന്നെ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള എല്ലാ ഷർട്ടും എൻ്റെ കറക്റ്റ് സൈസാണ് കേട്ടോ. അതായത് ഭയങ്കര ടൈറ്റ് അല്ല, ഭയങ്കര ലൂസും അല്ല, ഒരു ഓവർ സൈസ്ഡ് ലുക്ക് അല്ല തോന്നുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കൊരു എന്താ പറയുക, ഇതുപോലെ ഒരു ഓവർ കോട്ടായിട്ടൊക്കെ യൂസ് ചെയ്യേണ്ട ഷർട്ട് ആണെങ്കിൽ ഒരു സൈസ് കൂടെ അപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം കേട്ടോ. അതായിരിക്കും കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ആ ഒരു ലുക്ക്, ഓവർ സൈസ്ഡ് ലുക്ക് തരുന്നത്. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ നോർമൽ ഒരു ഫിറ്റാണ് അല്ലെങ്കിൽ കറക്റ്റ് ഒരു ഫിറ്റാണ്, ചെറിയൊരു ലൂസ് മാത്രം മതിയെങ്കിൽ സെയിം സൈസ് തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ എല്ലാ ഷർട്ടിനെയും. അപ്പൊ ഞാൻ ഇത് ഓർഡർ ചെയ്തിട്ടുള്ളത് എസ് സൈസ് ആണ്. അപ്പൊ ഇതിന്റെ ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ. ഷിഫോൺ ആണ് മെറ്റീരിയൽ. ഇവിടെ ഇങ്ങനെ ഒരു ക്രഷ്ഡ് ഒരു ഷിഫോൺ എന്ന് പറയാം കേട്ടോ. അങ്ങനെയുള്ള ഒരു ലുക്കാണ്. നിങ്ങൾക്ക് ക്ലോസ് വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അതായത് ഒരു ക്രഷ് ചെയ്ത പോലത്തെ ഒരു ഫാബ്രിക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ലെങ്ത്, സ്ലീവിന്റെ ലെങ്ത് എല്ലാം ഫുൾ ലെങ്ത് ആണ് ഷർട്ട് വരുന്നത്. ഫുൾ ലെങ്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്ലീവിന്റെ ഇവിടെ ഇങ്ങനെ ബട്ടൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾക്ക് വേണമെങ്കിൽ ഫുൾ ലെങ്ത് ആയിട്ട് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മൾക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്തൊക്കെ വെക്കാം കേട്ടോ. അതൊക്കെ ഒരാളുടെ എന്താ പറയാ പ്രിഫറൻസിനനുസരിച്ച് വെക്കാം. ഇവിടെ ഫ്രണ്ടിൽ ഫുൾ ബട്ടൺസ് വരുന്നുണ്ട്. വൈറ്റ് കളർ ബട്ടൺ ആണ് കേട്ടോ വന്നിട്ടുള്ളത്. നോർമൽ ഷർട്ട് കോളർ തന്നെയാണ്. പിന്നെ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ടുള്ള കോളർ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ ഭയങ്കര എന്താ പറയാ, ഭയങ്കര കട്ടിയുള്ള കോളർ അല്ല, ഇതുപോലെയുള്ള ഒരു നോർമൽ കോളറാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു മസ്റ്റാവായിട്ടുള്ള ഒരു ഷർട്ട് തന്നെയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് നമ്മൾക്ക് അത്യാവശ്യം എല്ലാ രീതിയിലും നമ്മൾക്ക് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ശരിക്കും നല്ലൊരു ഫോർമൽ ട്രൗസേഴ്സ് ഒക്കെ ഇട്ടാൽ നമുക്ക് അതിൻ്റെ കൂടെയും പെയർ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ നോർമൽ ജീൻസിന്റെ കൂടെ വേണമെങ്കിൽ അങ്ങനെയും, അല്ലെങ്കിൽ സ്കേർട്സിന്റെ കൂടിയായാലും ഡെനിം സ്കേർട്സിന്റെ ഒക്കെ കൂടിയായാലും അടിപൊളിയായിരിക്കും. അങ്ങനെ പലതരത്തിൽ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി പറ്റും. അഫോർഡബിൾ ഒരു റേഞ്ചിലുള്ള വൈറ്റ് ഷർട്ട് നോക്കുന്നതാണെങ്കിൽ ഇത് അടിപൊളിയായിരിക്കും തോന്നിയിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഒരു ബ്രൗൺ കളർ ഷർട്ട് ആണ് കേട്ടോ. ഇതും ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള സൈസ് എസ് സൈസ് തന്നെയാണ്. എസ് തൊട്ട് ലാർജ് വരെ അവൈലബിൾ ആണ് കേട്ടോ. ഇതിന്റെ റേറ്റ് വന്നിട്ട് 198 റുപ്പീസ് ആണ് കേട്ടോ. എല്ലാം ഫുൾ സ്ലീവ് ആണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് ഇത്തവണ.
ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇത് മെറ്റീരിയൽ കോട്ടൺ ബ്ലെൻഡ് ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വെയിറ്റ് ഉള്ളത് പോലെ തന്നെ തോന്നുന്നില്ല കേട്ടോ. ഇതൊക്കെ ഈ വാങ്ങിയിട്ടുള്ള എല്ലാ ഷർട്ട്സും എന്താ പറയുക ഭയങ്കര വെയിറ്റ്ലെസ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഭയങ്കര സീത്രോ കാര്യങ്ങളൊന്നുമല്ല. വൈറ്റ് ഓഫ് കോഴ്സ് എന്തായാലും ഒരു ഇന്നറൊക്കെ വെച്ചിട്ട് പെയർ ചെയ്യേണ്ടി വരും. പക്ഷെ ഇതൊക്കെ അത്യാവശ്യം കട്ടിയുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ കംഫർട്ട് പോലെ വേണമെങ്കിൽ ഒരു ഇന്നറും സ്ലിപ്പൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് പെയർ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഒരു നോർമൽ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ബ്രൗൺ ഷർട്ടാണ്. ഇവിടെ വൈറ്റ് ബട്ടൺസ് ആണ് കേട്ടോ വരുന്നത്. അതുപോലെ തന്നെ ഫുൾ സ്ലീവ് ആണ് വരുന്നത്. സ്ലീവിന്റെ എൻഡിലും ഇതുപോലെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ഒരു എന്താ പറയാ ഒരു ഷർട്ട് കോളർ വരുന്നുണ്ട്. ഈ സെയിം ഫാബ്രിക് വെച്ചിട്ട് തന്നെയുള്ള ഒരു ഷർട്ട് കോളർ ആണ് കേട്ടോ. ഇതൊരു സ്ട്രൈപ്പ് ഡിസൈൻ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ സ്ട്രൈപ്പ് ഡിസൈൻ ഒന്നുമല്ല. ഈ ഒരു ഫാബ്രിക് എന്ന് പറഞ്ഞാൽ നേരത്തെ കാണിച്ച പോലെ ആ ഒരു ക്രഷ്ഡ് ഫാബ്രിക്കിന്റെ ആ ഒരു ഫീലാണ് കേട്ടോ തോന്നുന്നത്. കാണുമ്പോൾ നല്ല ഭംഗിയുള്ള ബ്രൗൺ കളറാണ് കേട്ടോ. നല്ല ഡാർക്ക് ഒരു കോഫി ബ്രൗൺ തന്നെയാണ്. നല്ല ഭംഗിയുള്ള ബ്രൗൺ കളറാണ് കേട്ടോ. ഒരു വൈറ്റ് ഒരു ബോട്ടത്തിന്റെ കൂടി അല്ലെങ്കിൽ ഒരു ബേജ് ബോട്ടത്തിന്റെ കൂടി ഒക്കെ ഇട്ടാൽ ഇത് അടിപൊളിയായിരിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഞാൻ ഈ വെയർ ചെയ്തതാണ് കേട്ടോ. എൻ്റെ ഇതിൽ ഏറ്റവും ഫേവറേറ്റ് ആണ്. ഏറ്റവും ഭംഗി തോന്നുന്നത് എനിക്ക് ഇതാണ് കേട്ടോ. ഭയങ്കര രസമുണ്ട് കാണാൻ. ഇതിന്റെ റേറ്റ് വന്നിട്ട് 266 രൂപയാണ് കേട്ടോ. ഇതും ഫുൾ സ്ലീവ് ആണ് വരുന്നത്. സ്ലീവ് ഞാൻ കുറച്ചിങ്ങോട്ട് ഫോൾഡ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ്. ഈ ഒരു ലൈറ്റ് ഒരു ബ്ലൂ അല്ലെങ്കിൽ ഒരു നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂവില് ഇങ്ങനെ വൈറ്റും അതുപോലെ തന്നെ കുറച്ച് വേറെ എന്തൊക്കെയോ കളേഴ്സ് ഒക്കെ വെച്ചിട്ടുള്ള പ്രിന്റ് ആണ് വന്നിട്ടുള്ളത്. ഇവിടെ ബട്ടൺസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ബട്ടൺസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് പോളി കോട്ടൺ ആണ്. അതുകൊണ്ട് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നല്ല രസമുണ്ട് ഇടാനും. വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ചൂടാകുമ്പം അതിന്റെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും. ഓഫ് കോഴ്സ് കോട്ടൺ അല്ലാത്തതുകൊണ്ട് എന്തായാലും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. നമ്മൾക്ക് എന്താ പറയുക ഭയങ്കര രസമുണ്ട് കാണാൻ. ഞാനിത് ഒരു ജീൻസ് വെച്ചിട്ട് പെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻസൈഡൊക്കെ ചെയ്തിട്ട് അങ്ങനെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അല്ലാതെ നമ്മൾക്ക് ഇതുപോലെയും വേണമെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇത് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള സൈസ് S ആണ്. S തൊട്ട് XXL വരെ ഇതും അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു പ്ലെയിൻ ഒരു ബ്ലാക്ക് ഷർട്ട് ആണ് കേട്ടോ. ഇതും ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള സൈസ് എന്ന് പറയുന്നത് S സൈസ് ആണ്. എക്സ്ട്രാ സ്മോൾ തൊട്ട് ലാർജ് വരെ ഇതും അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ ബ്ലെൻഡ് ആണ്. ഫുൾ സ്ലീവ് ആണ് ഇതിന്റെ സ്ലീവും കാര്യങ്ങളും ഒക്കെ വരുന്നത് കേട്ടോ. റേറ്റ് വന്നിട്ട് 198 റുപ്പീസ് ആണ്. ഇങ്ങനെയാണ് കേട്ടോ അതിന്റെ ആ ഒരു ഓവറോൾ ലുക്ക് വരുന്നത്. ഇത് S സൈസ് ആണെങ്കിലും കുറച്ചധികം ഒരു വലുപ്പം തോന്നുന്നുണ്ട് കേട്ടോ. കുറച്ചധികം ബാക്കിയുള്ളതിനേക്കാളും വലുപ്പം തോന്നുന്നുണ്ട്. പിന്നെ സ്ലീവ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. ഫ്രണ്ടിൽ ഇതുപോലെ ഫുൾ ബട്ടൺസ് ഉണ്ട്. ബ്ലാക്ക് കളർ തന്നെയാണ് ബട്ടൺസ് വരുന്നത്. ഒരു ഷർട്ട് കോളറും വരുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു സിമ്പിൾ ഒരു ബ്ലാക്ക് ഷർട്ട് തന്നെയാണ്. എന്ന് പറയുന്നത് ഈ ഒരു ഒലീവ് ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഒരു ഷർട്ടാണ് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് കളറാണ് ഈ ഒരു ഒലീവ് ഗ്രീൻ എന്ന് പറഞ്ഞാല്. ഇതും ഒരു ഫുൾ സ്ലീവ് വരുന്ന ഒരു ഷർട്ടാണ് കേട്ടോ. ഇതിന്റെ റേറ്റ് വന്നിട്ട് 223 രൂപയാണ്. എഗെയിൻ ചൂസ് ചെയ്തിട്ടുള്ളത് S സൈസ് ആണ്. S തൊട്ട് XXL വരെ അവൈലബിൾ ആണ് കേട്ടോ. മെറ്റീരിയൽ വന്നിട്ട് റയോൺ ആണ് കേട്ടോ മെറ്റീരിയൽ. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം സമ്മറിൽ വേണമെങ്കിലും യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടെ ഫുൾ സ്ലീവ് ആണ്. ഇവിടെ ഇങ്ങനെ ബട്ടൺ വരുന്നുണ്ട്. ഇവിടെ ഒരു ബട്ടൺ വരുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾക്ക് വേണമെങ്കിൽ ബട്ടൺ വെച്ചിട്ട് നമ്മൾക്ക് ഇങ്ങനെ സെക്യൂർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുമായിരിക്കും. നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾക്ക് ഇതിങ്ങനെ ബട്ടൺ വേണമെങ്കിൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബട്ടൺ കൂടെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നുമില്ല. അത്യാവശ്യം കട്ടിയൊക്കെ ഉള്ള മെറ്റീരിയൽ ആണ്. നിങ്ങൾക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ മാത്രം ഒരു സ്ലിപ്പ് വെച്ചിട്ട് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പിന്നെ എല്ലാത്തിൻ്റെയും ലെങ്ത് വരുന്നത് അത്യാവശ്യം ഒരു എന്താ പറയുക മുട്ടിന്റെ മേലെയായിട്ട് വരുന്നുണ്ട്. ഞാനത് വെയർ ചെയ്തിട്ടുള്ള വീഡിയോയിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പൊ പറയുമ്പോൾ കറക്റ്റായിട്ട് കിട്ടില്ല. ഓരോന്നും വെയർ ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ ഇതിന്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്യും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകും. ഷർട്ടിന്റെ കോളർ തന്നെയാണ് വരുന്നത്. പക്ഷെ കുറച്ചുകൂടെ കട്ടിയുണ്ട്. നേരത്തെ കാണിച്ച പോലെയല്ല. അപ്പൊ നെക്സ്റ്റ് വൺ വന്നിട്ട് ഇതാ ഈ ഒരു ബ്ലൂ സ്ട്രൈപ്പ് ഷർട്ട് ആണ് കേട്ടോ. ഒരു S സൈസിൽ തന്നെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. 218 രൂപയായിരുന്നു കേട്ടോ ഞാൻ വാങ്ങിക്കുമ്പോൾ. ഇതൊരു വൈറ്റ് ഒരു ബ്ലൂ സ്ട്രൈപ്സ് വന്നിട്ടുള്ള ഒരു ഷർട്ടാണ് കേട്ടോ. ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ. നല്ല ഭംഗിയുള്ള സ്റ്റാൻഡേർഡ് ഡിസൈനും കൂടിയാണ്. സ്ലീവ് വന്നിട്ട് ഫുൾ സ്ലീവ് ആണ്. ഇവിടെയും ബട്ടൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രണ്ടിൽ ഇതുപോലെ വൈറ്റ് കളർ ബട്ടൺസ് വെച്ചിട്ടുണ്ട് കേട്ടോ. ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാം സെയിം ആണ്. ഒരു ഷർട്ട് കോളറാണ്. സെയിം ഫാബ്രിക് വെച്ചിട്ടുള്ള ഷർട്ട് കോളറാണ്. ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ ആണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് സമ്മറിലൊക്കെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ. ഒരു സിമ്പിൾ ഒരു സ്ട്രൈപ്പ് ഷർട്ടാണ്. ഇത് S സൈസ് ആണ് ചൂസ് ചെയ്തത്. എക്സ്ട്രാ സ്മോൾ തൊട്ട് എക്സ്ട്രാ ലാർജ് വരെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ
നമ്മുടെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെക്ക് ഷർട്ടാണ് കേട്ടോ. ഇത് ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത്. ഒരു ഒരു കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ വരുന്നത്. ചൂസ് ചെയ്തിട്ടുള്ള സൈസ് എസ് ആണ്. എക്സ്ട്രാ സ്മോൾ തൊട്ട് എക്സ്ട്രാ ലാർജ് വരെ അവൈലബിൾ ആണ് കേട്ടോ. 189 രൂപയാണ് ഇതിന്റെ പ്രൈസ് വന്നിട്ട്. ഇതിന്റെ സ്ലീവും ഫുൾ സ്ലീവ് ആണ് വരുന്നത്. സ്ലീവിന്റെ എൻഡിൽ ബട്ടൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെയും ഒരു ബ്ലാക്ക് കളർ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഫുള്ളായിട്ട് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ഒരു ചെക്ക് ഷർട്ട് എല്ലാവരുടെ വാർഡ്രോബിലും മസ്റ്റ് ആവ് തന്നെയാണ് അല്ലേ. നമുക്ക് പലതരത്തിലും ഇതും സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നമ്മൾക്ക് ഇത് ഇങ്ങനെ എന്താ പറയുക ഇന്നറൊക്കെ യൂസ് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾക്ക് വേണമെങ്കിൽ ഇത് സ്റ്റൈൽ ചെയ്യാം. അല്ലാതെ നോർമൽ നമ്മൾക്ക് ഏതെങ്കിലും ഒരു ബോട്ടത്തിന്റെ കൂടെ നമ്മൾക്ക് അങ്ങനെയും വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാം കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ഷർട്ട് തന്നെയാണ്. എന്താ പറയാ ഈ ഒരു റേറ്റിന് നല്ല വർത്ത് തന്നെയാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. എല്ലാവർക്കും ഞാൻ കാണിച്ചിട്ടുള്ള ഷർട്ട്സും കാര്യങ്ങളൊക്കെ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാത്തിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ ഏതെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഇതുപോലത്തെ ഹോൾ വീഡിയോസ് വേണമെങ്കിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ.